പുന്നപ്ര വയലാറിലെ രക്തസാക്ഷികളുടെ ഓർമ്മയിൽ മറ്റൊരു ഒക്ടോബർ 26 വരുന്നു. തിരുവിതാംകൂറിനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കാൻ തുനിഞ്ഞ ദിവാൻ സർ CP-യെ സമരവീര്യം കൊണ്ട് സ്വന്തം ജീവൻ നൽകി പരാജയപ്പെടുത്തിയ പോരാളികളുടെ ചരിത്രമാണ് പുന്നപ്ര വയലാറിൻ്റെ കഥ. തൊഴിൽ പ്രശ്നത്തിൽ തുടങ്ങി ഭരണകൂടത്തിനെതിരായ സമരമായി രൂപാന്തരപ്പെടുകയായിരുന്നു അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ തൊഴിലാളികൾ നടത്തിയ സമരം. തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാതെ സ്വതന്ത്ര രാഷ്ട്രമാക്കാനുള്ള ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ആഗ്രഹത്തിനും സ്വപ്നത്തിനുമേറ്റ കനത്ത തിരിച്ചടിയാണ് പുന്നപ്രയിലും വയലാറിലും നടന്ന സമരം. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ സമരാവേശത്തോടെ അണിനിരന്ന തൊഴിലാളികൾ ദിവാന്റെ പ്രതീക്ഷകളെല്ലാം തകർത്തുകളഞ്ഞു. അമേരിക്കൻ മോഡൽ ഭരണമായിരുന്നു സർ CP-യുടെ മോഹന വാഗ്ദാനം. തൊഴിലാളികൾക്ക് വൻ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് മുഷ്ടി ചുരുട്ടി വിളിച്ച് തൊഴിലാളികൾ അതിനെ അതിജീവിച്ചു. ആ മുദ്രാവാക്യങ്ങൾക്ക് തൊഴിലാളികൾ നൽകിയ വില ചെറുതായിരുന്നില്ല. 2000-ഓളം സമരപോരാളികൾ ജീവൻ നൽകി പടുത്തുയർത്തിയതാണ് പുന്നപ്ര വയലാറിന്റെ ചരിത്രം. കൂടെയുള്ളവർ മരിച്ചു വീഴുമ്പോഴും തളരാതെ ദിവാന്റെ പട്ടാളം ചൂണ്ടിയ തോക്കിനു മുന്നിലേക്ക് വാരിക്കുന്തവുമായി നടന്നു ചെന്ന പോരാളികളുടെ ചരിത്രമാണിത്. ദിവാൻ അവതരിപ്പിച്ച പുതിയ തൊഴിൽ നിയമത്തിനെതിരെ തിരുവിതാംകൂർ ട്രേഡ് യൂണിയൻ 1938 ആലപ്പുഴയിൽ നടത്തിയ പണിമുടക്കിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. തൊഴിൽ പരിഷ്കാരങ്ങളോടുള്ള പ്രതികരണമായി ആരംഭിച്ച തൊഴിൽ സമരം 1946 എത്തുമ്പോഴേക്കും സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ദിവാന്റെ ആവശ്യത്തിനു നേരെ കൂടി തിരിയുകയായിരുന്നു. P. കൃഷ്ണപിള്ളയും AKGയും EMS-ഉം VS അച്യുതാനന്ദനും സമരത്തിന് നേതൃത്വം നൽകിയവരാണ്. എന്നാൽ സ്വന്തം വീടുൾപ്പെടെ സമരസഖാക്കൾക്ക് നൽകിയ മറ്റൊരു പോരാളിയുണ്ട്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന KV പത്രോസ് അഥവാ കുന്തക്കാരൻ പത്രോസ്. അസംഖ്യം തൊഴിലാളികളുടെ രക്തം കൊണ്ടെഴുതിയ ചരിത്രമാണ് പുന്നപ്ര വയലാറിൻ്റേത്. ഭരണകൂടത്തിനെതിരെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ സമരം. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.